നിങ്ങളുടെ വീട്ടിലെ എ സിയുടെ കറണ്ട് ചാർജ് എങ്ങനെ കുറയ്ക്കാം, കൂളിംഗ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് എ സിയുടെ മുകളിലുള്ള എയർ ഫിൽറ്റർ നിങ്ങൾ നേരെ ഊരിയെടുക്കുക. അതിനുശേഷം അത് വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകുക. ബ്രഷോ ടൂത്ത് ബ്രഷോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകുക. അതിനുശേഷം ഇത് തുടച്ചതിന് ശേഷം തിരിച്ച് ഫിറ്റ് ചെയ്യുക. സാധാരണ ഇങ്ങനെ 2 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എ സിക്ക് നല്ല കൂളിംഗ് കിട്ടും, കറണ്ട് ചാർജും കുറയും. എന്നിട്ടും കൂളിംഗും കറണ്ട് ചാർജും കുറഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും ഊരിയെടുക്കുക. അതിനുശേഷം ഈ താഴെയുള്ള എ സി വെൻറ്റിൻ്റെ താഴെയുള്ള യൂണിറ്റ് നേരെ താഴോട്ട് വലിക്കുകയാണെങ്കിൽ അതിങ്ങ് ഊരി വരും. അതിനുശേഷം ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ലെഫ്റ്റും റൈറ്റും ഉള്ള സ്ക്രൂകൾ അഴിക്കുക. ഇങ്ങനെ പൊക്കുകയാണെങ്കിൽ ആ ഒരു മെയിൻ യൂണിറ്റ് ഇങ്ങ് പൊങ്ങി വരും. അതിനുശേഷം ഒരു തുണി എടുത്തതിന് ശേഷം എ സിയുടെ വെൻറ്റുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ബ്രഷ് എടുത്ത് എ സിയുടെ കോയിലെ മുകളിൽ നിന്ന് താഴോട്ട് മാത്രം ക്ലീൻ ചെയ്യുക. ഒരിക്കലും ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ക്ലീൻ ചെയ്യില്ല, ആ ഒരു കോയിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. മുകളിൽ നിന്ന് താഴോട്ട് മാത്രം ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ആ ഊരിയെടുത്ത ആ ഒരു മെയിൻ യൂണിറ്റ് നിങ്ങൾ തിരിച്ച് ഫിറ്റ് ചെയ്യുക. അതിനുശേഷം മുകളിലത്തെ ഒരു ലോക്ക് കാണും, അതും ലോക്ക് ചെയ്യുക. അതിനുശേഷം എയർ ഫിൽട്ടർ നേരെ മുകളിൽ ഫിറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ ഊരിയെടുത്ത സ്ക്രൂകൾ രണ്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ഫിറ്റ് ചെയ്യണം. അതിനുശേഷം താഴെയുള്ള ഒരു പാർട്ട്, എ സി വെൻറ്റിൻ്റെ താഴെയുള്ള പാർട്ട് ഊരിയായിരുന്നല്ലോ, അതും തിരിച്ച് അതുപോലെ തന്നെ ഫിക്സ് ചെയ്യുക. ഇത് 6 മാസത്തിലൊരിക്കലും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എ സിക്ക് നല്ല കൂളിംഗ് ആയിരിക്കും, കറണ്ട് ചാർജും കുറവായിരിക്കും. ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഫൈസൽ വ്ളോഗ്സ്